ശ്ലീഹ പൗലോസിൻ്റെ ഏതാണ്ട് 4 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ തൻ്റെ ലേഖനങ്ങളിൽ ഉണ്ട്. അതിൽ തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് രാത്രി നമ്മളിവിടെ വായിച്ചത്. എഫെസോസ് സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായി ലേഖനങ്ങളിൽ തിളങ്ങി നിൽക്കുന്നു എന്ന് പറയാം. എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ യേശുവിനെ ആവാം ശ്ലീഹ പൗലോസ് മാതൃകയാക്കിയത്. 3.5 വർഷത്തെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രാർത്ഥന കൂടാതെ യേശു ഒരു പ്രവൃത്തികളും ചെയ്തില്ല എന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഒരു പകല് മുഴുവനും യേശുവിന് പ്രവർത്തിക്കണമായിരുന്നെങ്കിൽ ഒരു രാത്രി മുഴുവനും യേശു പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പരാജയവും 3.5 വർഷത്തെ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടൊരു ദൂത് പറയാം. ശത്രു ശക്തനാണ്, പക്ഷെ അവൻ സർവശക്തനല്ല. പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. പൗലോസിനെ പോലെയുള്ള ഒരാൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം പൗലോസിനെ ചരിത്രം പരിചയപ്പെടുത്തുന്നത് വളരെ ആദരവോടെ അത്യത്ഭുതത്തോടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തർസോസ് സർവകലാശാലയിൽ നിന്ന് സ്റ്റോയിക്ക് തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഉന്നത ബിരുദധാരി എന്നുള്ള നിലയിലാണ് പൗലോസിനെ നാം ചരിത്രത്തിൽ അറിയുന്നത്. തത്വശാസ്ത്രത്തിൽ താൻ ബിരുദധാരി ആയിരുന്നു എന്നുള്ളതിന് തിരുവെഴുത്തിലും തെളിവുണ്ട്. വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു പൗലോസ് എന്നുള്ളതിന് വേദപുസ്തകം സമ്മതിക്കുന്നുണ്ട്. രാജശ്രീ ഫേലിക്സുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പൗലോസിനോട് പറഞ്ഞ ഒരു വാക്ക് നമുക്കറിയാം. വിദ്യാ ബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തുണ്ട്. ഒരു ഉപദേശിയുടെ മുഖത്തു നോക്കി പഠനക്കൂടുതൽ കൊണ്ട്, വിദ്യയുടെ ബഹുത്വം കൊണ്ട് ഭ്രാന്തുണ്ടെന്ന് പറയത്തക്ക നിലയിൽ പൗലോസ് വിദ്യാഭ്യാസ മേഖലയിൽ ഔന്നത്യം നേടിയ ആളായിരുന്നു എന്നാണ് ചരിത്രം. അന്നത്തെ കാലത്ത് യൂറോപ്പിലെ ഏതൻസ്, ആഫ്രിക്കയിലെ അലക്സാന്ദ്രിയ, ഏഷ്യ മൈനറിലെ തർസോസ്, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ, ഏതൻസ്, അലക്സാന്ദ്രിയ, തർസോസ് എന്നീ സ്ഥലങ്ങളിലാണ് സർവകലാശാലകൾ ഉണ്ടായിരുന്നത്. അതിൽ തർസോസുകാരനായ പൗലോസ് തർസോസ് സർവകലാശാലയിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയെന്നുള്ളതിൻ്റെ വേദപുസ്തക തെളിവും നമുക്കറിയാം. അരയോപകുന്നിൽ അല്ലേ, അഥേനയിലെ ഏതൻസിലെ, ഏതൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിലെ ആദ്യത്തെ ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണ് ഏതൻസ്. ആ അഥേനയിലെ അരയോപകുന്നിൽ തത്വജ്ഞാനികളുമായി സംസാരിച്ച് അവരുടെ ഭാഷയിൽ അവരോട് സംവദിച്ച് ഒടുവിൽ അവർക്ക് അജ്ഞാത ദേവനായിരുന്ന ആ ദേവൻ സാക്ഷാൽ യേശുവാണ് എന്ന് അവരുടെ മുമ്പിൽ തെളിയിച്ചിട്ടാണ് പൗലോസ് ആ കുന്നിറങ്ങിയത്. അപ്പൊ തത്വജ്ഞാനികളോട് അവരുടെ ഭാഷയിൽ സംസാരിച്ച് അവർക്ക് ദൈവമുണ്ടെന്നറിയാം, ഒരു ദൈവമുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ ആ ദൈവം ആരാണെന്നറിയില്ലായിരുന്നു. ആ ദൈവം, നിങ്ങൾക്ക് അജ്ഞാത ദേവനായിരിക്കുന്ന ദൈവം എനിക്ക് അടുത്ത
അടുത്തറിയാവുന്നയാളാണെന്നും ഞാൻ അടുത്തിടപെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് പൗലോസ് യേശുവിനെ ഉയർത്തി അവിടെ നിന്ന് ആ മലയടിവാരത്തേക്ക് പോകുന്ന കാഴ്ച പ്രവൃത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് 5-ാമത്തെ വയസ്സ് മുതൽ യഹൂദ മഹാമതപണ്ഡിതനായിരുന്ന ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം വള്ളി പുള്ളി വിടാതെ പഠിച്ച് ഗ്രഹിച്ച് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന പേര് സിദ്ധിച്ച, ന്യായപ്രമാണത്തിൽ യഹൂദന്റെ മതഗ്രന്ഥമായ ന്യായപ്രമാണത്തിൽ അവഗാഹമായ ജ്ഞാനം സിദ്ധിച്ചവൻ, തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയവൻ, ഈ സുവിശേഷത്തിന്റെ പ്രചാരകനായി കർത്താവ് തന്നെ നിയമിച്ചപ്പോ പ്രാർത്ഥിക്കാൻ സമയമെടുത്തു എന്ന് പറയുന്നത് അല്ലേ? സത്യമല്ലേ? ഇന്ന് കുറച്ച് വിദ്യാഭ്യാസം കൈമുതലായി കിട്ടിയാൽ, ചിലവഴിക്കാൻ ആവശ്യത്തിലും അധികവും കുറെ പണം കയ്യിൽ കിട്ടിയാൽ, പണ്ട് ഞെരുക്കമുണ്ടായിരുന്ന കാലത്ത് പ്രാർത്ഥിച്ച പലരും അതൊക്കെ നിർത്തിവെച്ചു എന്ന് വേദനയോടെ ഞാൻ ഓർക്കുമ്പോൾ, സൗകര്യങ്ങൾ ഇത്രയും വർദ്ധിച്ചിട്ടും മുഴങ്കാലിൽ നിൽക്കാനും പ്രാർത്ഥിക്കാനും സമയമെടുക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ ആരും പുറകോട്ട് പോകരുത്. പ്രാർത്ഥനയുടെ മഹത്വം മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ യോഗസ്ഥലത്തിരുന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രവൃത്തി കാണാതെ നമ്മൾ മടങ്ങിപ്പോകത്തില്ല. പൗലോസിന്റെ പ്രാർത്ഥനകളെ സംബന്ധിച്ചുള്ള മുഖവരയിലേക്കൊന്നും വിശദമായ വിശകലനത്തിലേക്കൊന്നും പോകാതെ ഞാൻ വേഗം തന്നെ വിഷയവിഭജനത്തിലേക്ക് വരികയാണ്. നമ്മൾ എഫെസോസ് സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ആദ്യത്തെ അധ്യായത്തിൽ നിന്ന് മാത്രം ഈ സഭയുടെ വിശേഷണങ്ങൾ എന്താണെന്ന് നമ്മൾ വിലയിരുത്തിയാൽ, 1-ാം വാക്യം മുതൽ താഴോട്ട് കുറച്ച് വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവർ വിശുദ്ധന്മാരാണ്, ക്രിസ്തുവേശുവിൽ വിശ്വാസികളാണ്. 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ദത്തെടുക്കപ്പെട്ടവരാണ്. തൊട്ട് താഴേക്ക് വരുമ്പോൾ അവർ മുൻനിയമിക്കപ്പെട്ടവരാണ്. അതിന് താഴേക്ക് വരുമ്പോൾ അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നോക്കിക്കേ, എത്ര മനോഹരമായ വിശേഷണങ്ങൾ! വിശുദ്ധന്മാർ, വിശ്വാസികൾ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദത്തെടുക്കപ്പെട്ടവർ, മുൻനിയമിക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവർ. ഇങ്ങനെ അതിമനോഹരമായ വിശേഷണങ്ങളുള്ള ഒരു പ്രാദേശിക സഭയായിരുന്നു എഫെസോസ് സഭ. ഈ സഭയ്ക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള, സവിശേഷതകളുള്ള സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന ഭാഗം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് 17-ാമത്തെ വാക്യം മുതലാണ്. പ്രധാനമായി 4 വിഷയങ്ങളാണ് പൗലോസ് എഫെസോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നത്. ഒന്ന്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ സഭയ്ക്ക് കൊടുക്കണം. വിശുദ്ധന്മാരാണ്, വിശ്വാസികളാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദത്തെടുക്കപ്പെട്ടവരാണ്, മുൻനിയമിക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. പക്ഷേ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ് സഭയിലില്ല. ആമേൻ. എനിക്ക് ആ ഭാഗമൊന്നും വിശദീകരിക്കാൻ നിവൃത്തിയില്ല, നിർവാഹമില്ല. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന, പറയാൻ, പങ്കുവെക്കാൻ ആത്മാവെനിക്ക് നിയോഗം തന്ന ഭാഗം പറയാൻ പോലും ഒരുപക്ഷെ സമയം തികയില്ല എന്ന് ഞാൻ ശങ്കിക്കുന്നത് കൊണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. 2-ാമത്തെ പ്രാർത്ഥനാ വിഷയം ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പൊ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് പറയുമ്പോൾ ഹൃദയക്കണ്ണുകൾ മങ്ങി എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഒരാത്മീയ സമൂഹത്തിൻ്റെ വിളിച്ചു വേർതിരിക്കപ്പെട്ട സഭയാം സമൂഹത്തിൻ്റെ ഹൃദയക്കണ്ണു മങ്ങിയത് ആത്മാവിൽ വിവേചിച്ച പൗലോസ്
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണം. മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നറിയണം. നാലാമത്തെ വിഷയമാണ് നമ്മുടെ കുറിവാക്യം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും സഭയറിയണം. എഫെസോസ് സഭ അവശ്യമറിഞ്ഞിരിക്കേണ്ടുന്നതും അനുഭവിക്കേണ്ടുന്നതുമായ ആത്മീകോത്തേജനപ്രദങ്ങളായ അതീവ ഗൗരവമുള്ള അടിസ്ഥാനപരമായി വളരെ അത്യാവശ്യമുള്ള 4 വിഷയങ്ങളാണ് പൗലോസ് ഇവിടെ പ്രാർത്ഥനയിൽ ദൈവമുമ്പാകെ വെക്കുന്നത്. അതിൽ ഒടുവിലത്തെ പ്രാർത്ഥനാ വിഷയം നമ്മൾ ഒന്നിച്ച് ഒന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ ആരാധനയിൽ ഞാൻ ആത്മശക്തിയുടെ ചലനം അനുഭവിച്ച ഇവിടെ നിൽക്കുന്നത്. എത്ര ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണമെന്നറിയില്ല. ഞാൻ വർഷിപ്പ് സെന്ററിലെ കൊയറിനെ ഒരു വാക്കിൽ അഭിനന്ദിക്കുകയാണ്. വളരെ താളാത്മകമായി അവർ പാടുന്നു എന്നതിനേക്കാൾ ഉപരി ഞാൻ ഇന്ന് വിൽസച്ചാനോട് പറഞ്ഞു, അവര് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ. നമ്മൾ പല രാജ്യങ്ങളിൽ പോകുന്നൊരു ഉപദേശിയാണ്. പല സ്ഥലങ്ങളിലെയും കൊയറിനെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. സിയോൻ ഗീതാവലിയിലെ ആ പാട്ട് പാടി നിർത്തുക എന്നല്ലാതെ അതിനപ്പുറത്തൊരു തലത്തിലേക്ക് ഒരിടത്തും ഇന്ന് ആരാധനകൾ പോകുന്നില്ല. അങ്ങനെ ആയിരുന്നില്ല പണ്ടത്തെ നമ്മുടെ പെന്തക്കോസ്തിൻ്റെ ആരാധന. പാട്ടൊരു പകുതിയൊക്കെ ആകുമ്പോൾ പിന്നെ പാട്ട് കൈമാറുമായിരുന്നു. പിന്നെ പാട്ടിനെ നിയന്ത്രിച്ചിരുന്നതും പാട്ടുകാരെ നിയന്ത്രിച്ചിരുന്നതും ഡ്രം അടിച്ചുകൊണ്ടിരുന്ന അച്ചായന്മാരെ നിയന്ത്രിച്ചിരുന്നതും ഈ അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മനിറവിൻ്റെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഈ മനോഹര സദസ്സിനകത്ത് കൺവെൻഷന്റെ സമാപന രാത്രി നമ്മൾ ഈ ധ്യാനിക്കുന്ന വചനത്തിന്റെ പ്രസക്തി അറിഞ്ഞ് പ്രാർത്ഥനയോടെ ഇരിക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കുന്നു. വെറുതെ ഇരിക്കുന്നവർക്ക് വേണ്ടിയല്ല, അനങ്ങാതിരിക്കുന്നവർക്ക് വേണ്ടിയല്ല, മുൻവിധിയുള്ളവർക്ക് വേണ്ടിയല്ല, ഞാനിതെത്ര കണ്ടതാ കേട്ടതാ എന്ന ഭാവേന ഇതിനകത്തിരിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഓ ഹല്ലേലൂയ, ആമേൻ. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കുമ്പനാട് കൺവെൻഷനിൽ ശനിയാഴ്ച രാവിലത്തെ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ, ശനിയാഴ്ച രാവിലത്തെ ബൈബിൾ ക്ലാസിൻ്റെ പ്രോഗ്രാം എനിക്കാണ് ഇട്ടിരുന്നത്. എടുക്കുമ്പോൾ ഞാൻ കുമ്പനാട് കൺവെൻഷനെ കുറിച്ച് പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. കൃത്യമായി വർഷം എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു 25 വർഷം മുമ്പോ മറ്റോ ആണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ പന്തലിൽ നാട്ടിയ ഒരു കവുങ്ങിൻ തൂണിൽ ചാരിയിരുന്ന് ആരാധനയിൽ ഭാഗവാക്കായിരിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മചലനം ആ പന്തലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് വചനം ശുശ്രൂഷിച്ച ക്യാപ്റ്റൻ എം ശാമുവേൽ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ക്യാപ്റ്റൻ എം ശാമുവേൽ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന വചനമെടുത്ത് കുമ്പനാട് സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം ആ വാക്യത്തെ നേരെ തിരിച്ചിട്ട് വ്യാഖ്യാനിച്ചു. അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരാക്കുന്നു എന്നാണ് ബൈബിളിൽ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷനിലേക്ക് കയറിയാൽ ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലകളാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. അദ്ദേഹത്തിന് അന്ന് പ്രസംഗിച്ച് നിർത്താൻ കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ കൊതിക്കുന്നതും ആ ആത്മശക്തിയുടെ ആവർത്തനമാണ്. എന്തിനാ? അക്ഷരത്തിന്റെ കാലത്ത്
പഴയ നിയമകാലത്ത് ശലോമോന്റെ ദൈവാലയത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ്സിന്റെ ആധിക്യ നിമിത്തം ആ ആലയത്തിലെ പ്രോഗ്രാമുകൾ മുടങ്ങി ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ ഷെക്കൈന കൊണ്ട് ആലയത്തിനകം മൂടിയെങ്കിൽ പെന്തക്കോസ്തിന്റെ ആദ്യകാലത്തെ ആത്മശക്തിയുടെ ആവർത്തനത്തിലേക്ക് ദൈവസഭകൾ മടങ്ങി വരേണ്ട കാലം അമാന്തിച്ചിരിക്കുന്നു. അത് വിശ്വസിക്കുന്ന, ആ നല്ല കാലം കൊതിക്കുന്ന എത്ര ദൈവമക്കൾ! ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളിൽ വ്യാപരിക്കുന്ന ഈ ശക്തിക്ക് അളവറ്റ വലിപ്പമാണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് പാട്ട് പാടി ഒതുക്കാൻ പറ്റുന്നതല്ലെന്ന്, രണ്ട് ഭാഷ പറഞ്ഞ് നിർത്താൻ പറ്റുന്നതല്ലെന്ന്, ഇത് അളവറ്റ വലിപ്പമുള്ള ശക്തിയാണ്. ഈ വ്യാപാര ശക്തിക്കായി ഈ രാത്രി ഞാൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ അളവറ്റ വലിപ്പം എന്ന പ്രയോഗം നമ്മൾ ഒരുമിച്ച് കുറച്ചു നേരം ഒന്ന് ധ്യാനിക്കും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമുക്കൊക്കെ നമ്മുടേതായ ശക്തിയുണ്ട്. നമ്മുടെ ശക്തി കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നത്, അല്ലേ? നമ്മളിവിടെ വന്നതൊന്നും ആത്മശക്തി കൊണ്ടൊന്നുമല്ല. നമ്മളിവിടെ വന്നത് നമ്മുടെ ശക്തി കൊണ്ടാണ്. നമ്മുടെ ശക്തി കൊണ്ടല്ലേ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോ യോശുവ യുദ്ധം ചെയ്തത്, അമാലേക്കിനോട് യുദ്ധം ചെയ്തത് സ്വന്തം ശക്തി കൊണ്ടാണ്. സ്വന്തം ശക്തി കൊണ്ടാണ്. യുദ്ധം ചെയ്യാൻ ശക്തി വേണം. പക്ഷേ അതേ യോശുവ സൗരയുധത്തെ നോക്കി വിരൽ ചൂണ്ടിട്ട്, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിക്ക. ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ സൗരയുധത്തോട് കൽപ്പിച്ചപ്പോൾ സൗരയുധം അനങ്ങാതെ നിശ്ചലമായി നിന്നത് യോശുവയുടെ ശക്തി കൊണ്ടല്ല, യോശുവയിൽ വ്യാപരിച്ച ഇതിനകത്തിരിക്കുന്ന സകല പെന്തക്കോസ്തുകാരും ആരാധനയുടെ പരിചയമെല്ലാം ഉപേക്ഷിച്ചിട്ട് ആത്മശക്തിയുടെ അതിശക്തമായ വ്യാപാരത്തിന് വിട്ടുകൊടുക്ക. ശരീരാത്മദേഹികളെ വിട്ടുകൊടുക്ക. അധികാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി, ആത്മനിറവിന്റെ ശുശ്രൂഷയ്ക്കായി, അഗ്നിജ്വാലയുടെ ശുശ്രൂഷയ്ക്കായി ഇന്ത്യ പെന്തക്കോസ്തു ദൈവസഭയിലെ അഭിഷക്തന്മാരെ ഈ തലമുറയിൽ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കൊല്ലുന്ന അക്ഷരത്തിന്റെ പഴക്കവും അതിന്റെ ആവർത്തനവും വലിച്ചെറിഞ്ഞിട്ട് ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ പുതുക്കത്തിലേക്കും അതിന്റെ വ്യാപാരത്തിലേക്കും സഭകൾ അഭിഷക്തന്മാർ മടങ്ങി വരേണ്ട കാലമാണിത് എന്ന് ദൈവത്തിന്റെ ആത്മാവി രാത്രി ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ദാവീദ്, നമുക്കറിയാം, അപ്പന്റെ ആടുകളെ വനാന്തരങ്ങൾ തോറും താഴ്വരകൾ തോറും മേയിച്ച് നടന്നത് സ്വന്തം ശക്തി കൊണ്ടാ. പക്ഷെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന മൃഗങ്ങളുടെ രാജാവായ സിംഹം ആട്ടിൻകൂട്ടത്തിൽ ഒന്നിനെ പിടിച്ചപ്പോ അതിനെ കീറിക്കളഞ്ഞത് ദാവീദിനോട് ചോദിച്ചാൽ പറയും, എന്റെ സ്വന്തമല്ലാത്ത ഒരു പവർ
ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്ന അലറുന്ന സിംഹത്തിന്റെ മേൽ ഇന്ന് രാത്രി ആത്മാവിൽ ചാടി വീഴാൻ കൃപ ലഭിച്ച എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. അതെ, ദാവീദ് സിംഹത്തെയും കരടിയെയും ഒക്കെ കൊന്നതും കീറിക്കളഞ്ഞതും സ്വന്തം ശക്തി കൊണ്ടല്ല. ഒരു മനുഷ്യനും സ്വന്തം ശക്തി കൊണ്ട് അത് ചെയ്യാനാവില്ല. നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചിലത് നമ്മിലൂടെ ചെയ്യിക്കുന്നതാണ് ഈ അത്യന്ത ശക്തിയുടെ വ്യാപാരത്തിന്റെ മഹത്വമെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. സ്തോത്രം. ഏലിയാവ് കർമ്മേലിന്റെ മുകളിൽ യാഗപീഠം പണിതത് സ്വന്തം ശക്തി കൊണ്ട് അല്ലേ? യെസ്, സ്വന്തം ശക്തി കൊണ്ട്. കല്ലുകൾ, ചിതറിക്കിടന്ന കല്ലുകൾ പെറുക്കി അടുക്കി ഏലിയാവ് യാഗം പീഠം പണിതത് സ്വന്തം ശക്തി കൊണ്ടാ. പക്ഷേ ശക്തിയെ അളക്കുന്നത് കുതിരയെ കൊണ്ടാ. ഹോഴ്സ് പവർ എന്നാ പറയുന്നത്. ശക്തിയെ അളക്കുന്ന കുതിര വലിക്കുന്ന ആഹാബിന്റെ രഥത്തിന്റെ മുൻപിൽ ഏലിയ ഓടിയത് അവന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല. ദൈവസഭ ലോകത്തിന്റെ പുറകെ മാർച്ച് ചെയ്യുന്ന ഗ്രൂപ്പല്ല. ലോകത്തിന്റെ മുൻപിൽ, ലോകമോഹങ്ങൾക്ക് മുൻപിൽ, ലോകത്തിന്റെ ധാടിമോടികൾക്ക് മുൻപിൽ, ലോകത്തിന്റെ മായാ വലയത്തിനു മുൻപിൽ ആത്മാവിൽ കുതിക്കേണ്ട സംഘമാണ് ദൈവസഭ. പത്രോസ് മീൻ പിടിച്ചതും വലവീശിയതും സ്വന്തം ശക്തി കൊണ്ട്. പക്ഷേ ആ പത്രോസ് വെള്ളത്തിന്റെ മീതെ നടന്നത് നമുക്കറിയാം സ്വന്തം ശക്തി കൊണ്ടല്ല. തൻ്റേതല്ലാത്ത ഒരു പവർ ആ മൺകൂടാരത്തിൽ ഇറങ്ങി വന്നതുകൊണ്ടാണ്. ഞാൻ ഈ ആശയം ഇവിടെ ഈ ഭാഗം ഇവിടെ വിടട്ടെ. ഇവിടെ വിടുമ്പോൾ ഒരു ദൂത് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കൊരിക്കലും ചെയ്യാനാവില്ലെന്നും നിങ്ങളെ കൊണ്ടാവില്ലെന്നും കഴിയില്ലെന്നും പറയുന്ന കടുപ്പമുള്ള വിഷയങ്ങൾ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നില്ലേ ഇപ്പോഴും? എന്നാൽ ഇന്ന് രാത്രി ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം, ഞാൻ ശക്തനല്ല, എനിക്ക് കഴിവില്ല, പക്ഷെ നിന്നാൽ, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങളോടും തലമുറകളോടും ദൈവാത്മാവ് ഇടപെടുകയാ. നീ ഈ ദിവസങ്ങളിൽ ചില മതിലുകൾ യെസ്, ഒരു പടി പോലും മുമ്പോട്ട് വിടാതെ, ഒരു നന്മ പോലും കാണാൻ അനുവദിക്കാതെ, ആത്മീയമായും ഭൗതികമായും ഗതി പിടിക്കാൻ നിന്നെ വിടാതെ നിന്റെ മുൻപിൽ തല ഉയർത്തി നിൽക്കുന്ന ചില വൻമതിലുകളെ ആത്മാവിൽ ചാടിക്കടക്കാൻ അസാധാരണ ദൈവശക്തി കൊണ്ട് ഇന്ന് രാത്രി ചിലരുടെ മൺകൂടാരങ്ങളെ ദൈവം നിറയ്ക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ശക്തി വ്യാപരിച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്നത് ഒരു ഏകദേശം പിടി കിട്ടുന്നുണ്ടല്ലേ? ഇത് വ്യാപരിച്ചാൽ എനിക്ക് സത്യത്തിൽ സങ്കടമാ. നമ്മളൊക്കെ ഈ ശക്തി ലഭിച്ചവരാന്ന് ഓർക്കണം. ഒരു കൊതുകിനെ തല്ലാനുള്ള കെപ്പില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനാ ഇപ്പം വന്ന് നമ്മുടെ ആളുകൾ കൈയടി നിർത്തി എന്ന് പറഞ്ഞാൽ കൈ അടിച്ച് റിട്ടയർ ആയി പലരും. അങ്ങനെയാണല്ലോ, കുറെ കാലം കഴിയുമ്പോഴല്ലേ നമ്മൾ റിട്ടയർ ആകുന്നത്. അങ്ങനെ എപ്പോഴും ഒന്നും സ്തുതിക്കത്തില്ല, വല്ലപ്പോഴും ഒന്ന് സ്തുതിക്കും. എൻ്റെ അടുത്തിരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ ഇവിടെ, ഭയങ്കര കൈയടിയാണ്. എനിക്ക് ഈ വലിയ പദവിയൊക്കെ ഉള്ളൊരു കൈയടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമാണ്. അതുകൊണ്ട് പുതിയ ചില ആശയങ്ങൾ കണ്ടെത്തുന്നത്. ഒരു കാര്യം ഞാൻ പറയും, ഈ പദവി കിട്ടുമ്പം കൈയടി കൂടുന്നെങ്കിൽ ഓർത്തോണം അവരെ നമ്പാം.
ഈ മീഗളിസം എന്ന് പറഞ്ഞൊരു ഇസമുണ്ട്. മീഗളിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ഒരു പദവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജിലായാലും കൊള്ളാം, സദസ്സിലായാലും കൊള്ളാം, അനങ്ങിപ്പോരുത്. കാരണം നീ പണ്ടത്തെ ആളല്ല. അതാണല്ലോ മീകൾ പറഞ്ഞത്. മീകൾ എന്താ പറഞ്ഞത് ദാവീദിനോട്? നീ ഇസ്രായേലിന്റെ രാജാവായിരിക്കെ പഞ്ഞിനൂലങ്കി ധരിച്ച് നിന്നെ തന്നെ അനാവൃതനാക്കിയത് എന്തിന് എന്ന് പറഞ്ഞാൽ, സാധാരണക്കാരൻ പെട്ടകത്തിന്റെ മുമ്പിൽ ചാടിക്കോട്ടെ, അതുപോലാണോ നീ? ഇതാ മീഗളിസം. മനസ്സിലായോ? ഈ ഇസത്തിന്റെ പിന്നാലെ പോകുന്ന കുറെ പേരെ ഞാൻ ഇന്നും കണ്ടു യോഗത്തിന്. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ആ 50 ദിർഹംസ് അല്ലല്ലോ നമ്മൾ മേടിക്കുന്നത്. നമ്മുടെ ലെവല് മാറി, ഗമ മാറി, സ്റ്റൈല് മാറി, ആ നിപ്പും പരുവും. ചിലർ നമ്മൾ ഈ കയറി വരുമ്പോൾ ചിലർ ഈ വാതുക്കലും ഈ വരാന്തയിലും ഈ ഭാഗത്തൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഷാർജയുടെ മുഴുവൻ പ്രമാണം പുള്ളിയുടെ കയ്യിലാന്നാ പോകുന്നു. ആ നോട്ടവും ചിരിക്കാനൊക്കെ എന്നാ ബുദ്ധിമുട്ട്. എന്റെ പ്രിയരെ, ദന്തമന്ദിരത്തിലിരിക്കുമ്പോ ദാവീദേ, ദന്തമന്ദിരത്തിലിരിക്കുമ്പോ വാതുറന്നാൽ ദാവീദിന് പറയാനുള്ളത് ഇത്രത്തോളം കൊണ്ടുവരുവാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പദവി മറന്ന്, പദവി മറന്ന് ദൈവത്തെ സ്തുതിക്കാനും പദവി മറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാനും ഹൃദയത്തിൽ താഴ്മയുള്ള, വിനയമുള്ള, ദൈവകൃപയുള്ള ദൈവമക്കളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൃത്യമായി വിവേചിക്കുന്നുണ്ട്. ശരീരത്തിൽ വേണ്ടത്ര സൗഖ്യമില്ലെങ്കിലും, മനസ്സിൽ തീരെ സന്തോഷമില്ലെങ്കിലും, ഈ വചനത്തിന്റെ മുൻപിൽ നീ എല്ലാം മറന്ന് നിന്റെ മേൽ ഇപ്പോൾ നിഴലിട്ട് നിൽക്കുന്ന ആ ആത്മശക്തി കൊടുത്തിട്ട് അധരമൊന്ന് തുറന്ന് ഇന്ന് രാത്രി ഈ വചനം ഇവിടെ വിഭജിച്ചു കൊണ്ടിരിക്കുമ്പോ, ഈ ആരാധന ഇവിടെ നടക്കുമ്പോ, അസാധാരണ ദൈവപ്രവർത്തികൾ തന്റെ ജനത്തിന്റെ നടുവിൽ നടക്കുന്നു. അത്ഭുത രോഗശാന്തികൾ ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കുന്നു. ചില മാറാ രോഗാത്മാവുക്കൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ഈ അളവറ്റ വലിപ്പം എന്നുള്ളതിന് ഗ്രീക്കിൽ ഒരൊറ്റ പദവേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഹൈപ്പർബലോൺ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നുള്ളതിന് ഒരൊറ്റ പദം, ഹൈപ്പർബലോൺ. 4 ഫങ്ഷൻസ് ചേരുന്നതാണ് ഈ ഹൈപ്പർബലോൺ എന്ന പദം. 4 പ്രവർത്തനങ്ങളാണ് ആ ഒരൊറ്റ പദത്തിനകത്ത് ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ശക്തിയുടെ അളവറ്റ വലുപ്പമെന്നുള്ള ആ ഒറ്റ പദത്തിന് 4 അർത്ഥതലങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പെട്ടെന്ന് നോക്കാം, അത് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. 4 പദങ്ങൾ ചേരുന്നതാണ് ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് ഞാൻ പറഞ്ഞു. ആ 4 പദങ്ങൾ, ഒന്ന് ഡുനാമിസ് എന്ന പദമാണ്. ഡുനാമിസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ മുഴുവൻ ശക്തിയും നമ്മൾ താങ്ങത്തില്ല. അപ്പോ നമ്മുടെ ആവശ്യത്തിൻ്റെ അളവിനനുസരിച്ച് ഈ ശക്തി നമ്മിലേക്ക് ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒരർത്ഥം. ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാൻ നേരമില്ല, സമയമില്ലാത്തതുകൊണ്ട്. രണ്ടാമത്തേത് എനർജിയ എന്ന പദമാണ്. എനർജിയ, ദ പവർ ഇൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യനിർവഹണത്തിന് വേണ്ടി
ഈ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നു. കൃത്യനിർവഹണം എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ തെളിവുകളിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ? എന്തെല്ലാം തെളിവുകളുണ്ട് കൃത്യനിർവഹണം എന്ന് പറയുമ്പോൾ. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. കാരണം 3.5 വർഷം കൂടി മഴ പെയ്യാൻ പോകുന്നു. വണ്ടിയുള്ള, സ്വന്തമായി വാഹനമുള്ള രാജാവ് മഴയ്ക്ക് കൊട്ടാരത്തിലെത്താൻ കുതിരകളെ കെട്ടിയ രഥത്തിൽ പായുന്നു. വലിയ മഴയുടെ മുഴക്കമുണ്ട്. രഥം പൂട്ടി പൊയ്ക്കോളാനാണ് ഏലിയാവ് ദൂത് പറഞ്ഞത്. പക്ഷേ ആ ദൈവദാസനോട്, ഈ ദൂത് പറഞ്ഞ ദൈവദാസനോട്, സ്ഥലമുണ്ട് വണ്ടിയേൽ, ഞാൻ പോകുന്ന വഴിക്കോട്ടാണ് വരുന്നതെങ്കിൽ കേറിക്കോ എന്നൊരു വാക്ക് ഈ രാജാവ് പറഞ്ഞില്ല. അവിടെ എഴുതിയിരിക്കുന്ന ആഹാബ് രഥം പൂട്ടി പോയെന്ന. 3.5 വർഷം കൂടി ഒരു മഴ പെയ്യാൻ പോവാ. ഒരു കഴുത പോലും യാത്രയ്ക്കില്ലാത്ത ആ അഭിഷക്തന്റെ മനസ്സൊന്ന് വേദനിച്ചു കാണും അല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ ദൂത് പറഞ്ഞു, ആ വലിയ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ രാജാവ് വണ്ടി വിട്ടുപോയി. എൻ്റെ ശുശ്രൂഷ അനുഭവിച്ചയാൾ എന്നെ പരിഗണിക്കാതെ, എനിക്കൊരു വിലയും നൽകാതെ വണ്ടി വിട്ടുപോയല്ലോ എന്നോർത്ത് ആഹാബ് രഥം പൂട്ടി പായുന്നത് കണ്ട് മനസ്സ് വേദനിച്ച് നിന്നെന്നാ ഞാൻ കരുതുന്നത്. നിങ്ങൾ ആ അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണം. അപ്പോൾ ആ പദത്തിന് അർത്ഥമുണ്ട്. എപ്പോൾ ആഹാബിന്റെ രഥത്തിനകത്ത് ഏലിയാവിന് സ്ഥലമുണ്ടായിട്ടും ശുശ്രൂഷ അനുഭവിച്ചവൻ ശുശ്രൂഷിച്ചവനെ പരിഗണിക്കാതെ വണ്ടി വിട്ടുപോയപ്പോൾ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? നിന്നെ ഒറ്റപ്പെടുത്തുമ്പോ, നിന്നെ പരിഗണിക്കേണ്ടവർ നിന്നെ അവഗണിക്കുമ്പോ, നിന്നെ മാറ്റി നിർത്തുമ്പോ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, പരിശുദ്ധാത്മാവ് നോക്കി നിൽക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിന്നെ രാത്രി ദൈവാത്മാവ് എന്നോട് പറയുന്ന ഒരു ദൂത് ഞാൻ ആവർത്തിക്കട്ടെ. നീ വഴിയാധാരമാകാൻ ശത്രു തന്ത്രങ്ങൾ മെനയുമ്പോ നിന്നെ വഴിയിലിട്ടേച്ചു പോകാതെ എത്തേണ്ടിടത്തെത്തിക്കാൻ മാൻപേടെ കാലുകൾക്ക് തുല്യമായ കാലുകളോട് കൂടെ രാത്രി ചില അഭിഷക്തന്മാരോട് ദൈവാത്മാവ് ഇടപെടുകയാ. ആമേൻ. ആത്മശക്തിയുടെ ആവർത്തനത്തിനായി വിട്ടുകൊടുക്ക. ദൈവസഭയ്ക്കകത്ത് വെറുതെ എഴുന്നേറ്റ് നിന്നാ മതി. വലിയ വേദശാസ്ത്രമൊന്നും വിളമ്പിയില്ലെങ്കിലും ദൈവശക്തി വ്യാപരിച്ചാൽ ക്ഷീണിച്ചിരിക്കുന്ന ചിലരുടെ മേൽ, വളരെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന ചിലരുടെ മേൽ ഇന്ന് രാത്രി ഈ ശക്തി വ്യാപരിക്കുന്നത് എനിക്ക് ആത്മാവിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത്തേത് ഇസ്കിഷ് എന്ന പദമാണ്. സമയമുണ്ടെങ്കിൽ എൻ്റെ സന്ദേശം പറഞ്ഞു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇസ്കിഷ് എന്ന പദത്തിന്റെ അർത്ഥം ഈ ശക്തിയുടെ പ്രത്യേകത ചലനമറ്റ നാഡീനരമ്പുകളിൽ, പ്രവർത്തനരഹിതമായ ശരീരകോശങ്ങളിൽ ഈ ശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം ഞാനിവിടെ വിളിച്ചു പറയുമ്പോ അതിവേഗം ഓടുന്ന ഈ വചനം അയച്ച് ഒരഭിഷക്തന്മാരും കൈവെക്കാതെ ഇന്ന് രാത്രി ഈ വചനം നിങ്ങളെ തൊടുക. ഹല്ലേലൂയ.
ചലനമറ്റ നാഡി നരമ്പുകളിൽ, പ്രവർത്തനരഹിതമായ കോശങ്ങളിൽ ഇന്ന് രാത്രി ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം വ്യാപരിച്ചു തുടങ്ങിയിരിക്കുന്നു, വ്യാപരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ ശക്തിക്ക് വേണ്ടി സ്വമനസാലെ ശരീരാത്മദേഹികളെ വിട്ടുകൊടുക്കുന്ന തന്റെ ജനം ഇന്ന് രാത്രി വിടുതലോടെ മടങ്ങും, ആത്മാബലത്തോടെ മടങ്ങും. ഹല്ലേലൂയ. ആമേൻ. ഓ റികര ഹതര ഗച സകരായ. ഹല്ലേലൂയ. IPC റീജിയൻ ഭാരവാഹികളോടും അഭിഷക്തന്മാരോടും സഭകളോടും ദൈവാത്മാവ് ഇടപെടുകയാ. നമ്മുടെ ഇടയിൽ തോറ്റവരുണ്ടായിരിക്കാം, വിശ്വാസത്തിൽ ക്ഷീണിച്ചവരുണ്ടായിരിക്കാം, പിന്മാറിപ്പോയവരുണ്ടായിരിക്കാം, ദ്രവ്യാഗ്രഹികളായവരുണ്ടായിരിക്കാം. പക്ഷേ 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 നിങ്ങളെ ദൈവം വ്യത്യസ്തരായി, ദൈവം നിങ്ങളെ വ്യത്യസ്തരായി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ദൈവദാസന്മാർ കൈവെക്കാൻ ഇറങ്ങിയാൽ സമയം ഒരുപാട് പോകും. ഇന്ന് രാത്രി നീ വചനം ഏറ്റെടുത്ത് വിടുതൽ പ്രാപിക്കേ. കൃപ കൃപ കൃപ. നാലാമത്തെ പദം ക്രൈത്തോസ് എന്ന പദമാണ്. ക്രൈത്തോസ്, ദ പവർ ഇൻ റെസിസ്റ്റൻസ് ആൻഡ് കൺട്രോൾ. ക്രൈത്തോസ്, ക്രൈത്തോസ് എന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് നമുക്കെതിരെ വന്നാൽ ഈ ശക്തി ചെയ്യുന്ന എന്താണെന്നറിയാവോ? ഒരു കൈ കൊണ്ട് നമ്മളെ ഇങ്ങനെ ചേർത്തങ്ങോട്ട് പിടിക്കും. കൊടുങ്കാറ്റ് നമ്മളെ ലക്ഷ്യമാക്കിയാ വരുന്നേ. ഒരു കൈ കൊണ്ട് ചേർത്തങ്ങോട്ട് പിടിച്ചേച്ച് മറ്റേ കൈ കൊണ്ട് ആ കൊടുങ്കാറ്റിന് നേരെ ഇങ്ങനെ കൈ നീട്ടി തടയും. ആ പദമാ ക്രൈത്തോസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. ഇതിനകത്തിരിക്കുന്ന പലരും നിങ്ങളത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്ന് രാത്രി ഇത്രയും സൗഖ്യത്തോടെ ഇവിടെ ഇരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാവോ? വീശി അടിച്ച ചില കൊടുങ്കാറ്റുകൾ നിന്റെ കുടുംബത്തെയും തലമുറകളെയും ആകമാനം തകർത്തെറിയാൻ നോക്കിയപ്പോ ഒരു കൈ കൊണ്ട് നിന്നെ ചേർത്ത് പതറണ്ട പതറണ്ട. നിനക്കെതിരെ വീശി അടിക്കുന്ന കൊടുങ്കാറ്റ് കണ്ട് നീ പതറണ്ട. ഇന്ന് രാത്രി ഈ ശക്തി നിനക്ക് വേണ്ടി ഇറങ്ങി നിന്ന് വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവേ, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ ശക്തി നൽകുന്നു, ബലമില്ലാത്തവൻ അവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. 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 പരിശുദ്ധാത്മാവേ,
ഞങ്ങൾ അങ്ങയെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ അങ്ങയെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നടപടിക്രമങ്ങൾ കൊണ്ട് ഞങ്ങൾ അങ്ങയെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ മടങ്ങി വരുന്നു. ജീസസ്, ഹല്ലേലൂയ. അപ്പൊ ഈ 4 പദങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ശക്തിയുടെ അളവറ്റ വലുപ്പം എന്ന ഒരു പദം. ഗ്രീക്കിൽ ഹൈപ്പർബലോൺ എന്ന് പറയുന്നു. ഇത് അപ്പോ ഈ ശക്തിയുടെ വലുപ്പം ഇന്നതെന്ന് സഭ അറിയാനാ പ്രാർത്ഥിക്കുന്നത്. സഭ അറിയാനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടറിയാനും വായിച്ചറിയാനുമല്ല, അനുഭവിച്ചറിയാൻ. എന്നിട്ട് പൗലോസ് പെട്ടെന്ന് അതിനൊരു ഉദാഹരണം പറയാം. എനിക്ക് പൗലോസിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ, പൗലോസ് ഒരാശയം അവതരിപ്പിച്ചിട്ട് പെട്ടെന്ന് അവിടുന്ന് സ്കിഡ് ചെയ്ത് പോകത്തില്ല. ആ ആശയം പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു തെളിവ് പൗലോസ് രംഗത്ത് കൊണ്ടുവരും. നിങ്ങൾ നോക്കിയേ, തൊട്ട് താഴത്തെ എന്താ വാക്യം? 20-ാം വാക്യം. അങ്ങനെ അവൻ നമ്മുടെ കർത്താവിൽ വ്യാപരിച്ചെന്ന്. അപ്പൊ അതുപോലെ ഏറ്റവും വലിയ തെളിവ്, ഈ ശക്തി യേശു കർത്താവിൽ വ്യാപരിച്ചു. തെളിവ് കൊണ്ടുവരുക എന്ന് പറയാ. പൗലോസ് പറയുന്നത്, എൻ്റെ പ്രാർത്ഥനാ വിഷയം കാര്യഗൗരവമുള്ളതല്ലെന്ന് നിങ്ങൾ ആരും കരുതരുത്. കാര്യഗൗരവമുള്ളതല്ലെന്ന് നിങ്ങൾ ആരും കരുതരുത്. എൻ്റെ പ്രാർത്ഥനാ വിഷയം 100% ചരിത്രത്തിൽ ചേർന്നു നിൽക്കുന്നത് ക്രിസ്തുവിനോടാ. അതാ പൗലോസ് പറഞ്ഞ ക്രിസ്തുവിലും വ്യാപരിച്ചു. നോക്കിക്കേ, കർത്താവിനോടുള്ള ബന്ധത്തിൽ ഈ ശക്തിയുടെ പ്രത്യേകതകൾ നമുക്കെല്ലാം നോക്കാനാവില്ലെങ്കിലും ഒന്ന് ഓടിച്ചു നോക്കാം. യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ ഈ ശക്തി വ്യാപരിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിന് പ്രധാനമായി 2 ചിന്തകൾ നമുക്ക് തെളിവായി പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ 2 കണ്ടന്റുകൾ നമുക്ക് പറയാം. ഒന്ന്, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ളതാണ് ഈ ശക്തി. യേശുവിനോടുള്ള ബന്ധത്തിൽ ഈ ശക്തിയുടെ പ്രത്യേകത ഒരു ഉത്തരമായി പറഞ്ഞാൽ, എന്താണ് ശക്തിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഉത്തരമായി പറഞ്ഞാൽ, ഒന്ന്, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ളത്. ഞാനൊന്ന് ഒന്ന് വ്യക്തമാക്കാം, ശ്രദ്ധിച്ചേ. നമുക്കറിയാം, ഈ ഭൂമിയെയും ഭൂമിയിലുള്ള സകലത്തെയും തമ്പുരാൻ ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഉളവാക്കിയതാ. ഇതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഇതെല്ലാം ഉളവാക്കി. ഭൂമിയെയും ചരാചരങ്ങളെയും ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത് വാക്കുകൊണ്ടാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, വാക്കുകൊണ്ടാണ്. എന്നാൽ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ഭൂമിയിൽ പാർക്കാൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം ഇച്ഛിച്ചപ്പോ വാക്കുപയോഗിച്ചില്ല. ഉണ്ടാകട്ടെ എന്ന് ദൈവം ഉച്ചരിച്ചില്ല. ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഉളവായ ഭൂമിയിൽ തമ്പുരാൻ കുനിഞ്ഞ് നിലത്ത് നിന്ന് പൊടിയെടുത്തു. അല്ലേ, നിലത്തെ പൊടി കൊണ്ട് മണ്ണു കുഴച്ച് ആദമിനെ ഉണ്ടാക്കി. ഈ ആദമിന് ഒരു ജീവിത പങ്കാളിയെ നൽകുവാൻ ദൈവം ഇച്ഛിച്ചപ്പോ മണ്ണെടുത്തില്ല. ഉണ്ടാകട്ടെ എന്ന് ഉച്ചരിച്ചുമില്ല. മണ്ണെടുക്കാതെ, ഉച്ചാരണം ഉപയോഗിക്കാതെ ആദമിൽ നിന്ന് ഒരെല്ലെടുത്തു. ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളുടെ ആ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചേ.
എല്ലെടുത്ത് എല്ലുകൊണ്ട് ഹവ്വയെ ഉണ്ടാക്കി. അത് സഹോദരന്മാരെല്ലാം ഇത് തിരിച്ചറിവുള്ളവരാണല്ലേ. എല്ലുകൊണ്ടാണ് സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ പുരുഷനെ ഉണ്ടാക്കിയിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്. മണ്ണിന്റെ പ്രത്യേകത 10 തുള്ളി വെള്ളം വീണാൽ ഇത് കുതിരും, പെട്ടെന്ന് കുതിരും. പക്ഷേ എല്ല് ഇടവപ്പാതി മുഴുവൻ നനഞ്ഞാലും അതിനൊരു മയവും ഉണ്ടാകത്തില്ല. എപ്പോഴും എല്ല് പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ലേഖനത്തിൽ പത്രോസ് എഴുതിയിരിക്കുന്നത്, വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ എന്ന് പറഞ്ഞാൽ ചുമ്മാതെ വലിയ പുള്ളിയാന്നും പറഞ്ഞ് നീ കളിക്കരുത്. മണ്ണും എല്ലും കൂടെ യുദ്ധം ചെയ്താൽ മണ്ണ് പൊടിഞ്ഞ് പൊടിയാകും, എല്ലാപ്പോഴും തല ഉയർത്തി നിൽക്കും. എന്നിട്ട് അവരെ ലാസ്റ്റ് അന്നേരേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് കളിക്കാൻ വരരുതെന്ന്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. അതുകൊണ്ട് തിരുവത്താഴത്തിനൊന്നും മുടക്കം വരാതിരിക്കാൻ വളരെ കരുതലുള്ളവരായി കീഴ്പ്പെട്ടും അനുസരിച്ചും ഭാര്യമാർ നിൽക്കുക, പോറ്റി പുലർത്തിയും സ്നേഹിച്ചും ഭർത്താക്കന്മാർ നിൽക്കുക. സഭായോഗം മുടങ്ങരുത്, തിരുവത്താഴവും മുടങ്ങരുത്. അപ്പോൾ എല്ലെടുത്ത് ഹവ്വയെ ഉണ്ടാക്കി. എന്നാൽ നോക്കിക്കേ, ഈ ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നും ഒരു തലമുറയെ ഉളവാക്കാൻ ദൈവം ഇച്ഛിച്ചപ്പോ വാക്കുപയോഗിച്ചില്ല, മണ്ണുപയോഗിച്ചില്ല, എല്ലുപയോഗിച്ചില്ല. ജീവശാസ്ത്രപരമായി ശാസ്ത്രീയമായി പുരുഷനും സ്ത്രീയും ഒരുമിച്ച് പാർത്ത് അവരുടെ രക്തത്തിൽ നിന്ന് തലമുറ ഉണ്ടാകുക എന്ന പുത്തൻ സംവിധാനം ദൈവം തരപ്പെടുത്തി. അങ്ങനല്ലേ? പുരുഷന്റെ ഇഷ്ടത്താൽ, അതെ, പുരുഷനിൽ നിന്ന് സ്ത്രീയിൽ നിന്ന് തലമുറകളെ ഉളവാക്കാനുള്ള ദൈവത്തിന്റെ വ്യവസ്ഥിതി ദൈവം അവിടെ ഉണ്ടാക്കി, ദൈവം അവിടെ സമാരംഭിച്ചു. ഇങ്ങനെ പോകുകയാ. ഇനി ജഡത്തിന്റെ ഇഷ്ടത്താൽ രക്തത്തിൽ നിന്ന് തലമുറകൾ ഉണ്ടാകണം എന്ന ആ സംവിധാനം വിജയിക്കാതെ പോയ കുടുംബങ്ങളിൽ ആമേൻ, ദൈവം പ്രത്യേകം തന്റെ കരം ചലിപ്പിച്ചു. ലേ, മെഡിക്കൽ സയൻസ് നോ പറഞ്ഞ അബ്രഹാമിന്റെ കുടുംബത്തിൽ ചിരിക്കുന്ന ഒരു ഇസഹാക്കിനെ കിട്ടിയത് അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ, വൈദ്യശാസ്ത്രം കൈമലർത്തി നിൽക്കുന്നിടത്തും ദൈവത്തിന് തൻ്റെ ജനത്തെ മാനിക്കാൻ പദ്ധതികൾ ഉണ്ടെന്നുള്ള സത്യം ദൈവമൊക്കെ മറക്കണ്ട. അങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട കുടുംബമാണ് എലിസബത്തിൻ്റെയും സക്കരിയാവിൻ്റെയും കുടുംബം. അങ്ങനെ പോകുന്നു അതിൻ്റെ തെളിവുകൾ. അപ്പോൾ ഇതാണ് വേദപുസ്തക വെളിച്ചത്തിൽ നമ്മൾ കണ്ടുവരുന്ന തലമുറകളോടുള്ള ബന്ധത്തിലെ സിസ്റ്റം. എന്നാൽ ഈ ലോകത്തിന് ഒരു രക്ഷകനെ നൽകാൻ ദൈവം തീരുമാനിച്ചപ്പോ ഈ സിസ്റ്റം ദൈവം എടുത്തു മാറ്റി. ഏത് ദൈവമൊക്കെ മനസ്സിലായല്ലോ. പുരുഷനും സ്ത്രീയും ഒന്നിക്കുമ്പോൾ ഉൽപാദിതമാകുന്ന തലമുറയുടെ സിസ്റ്റം തമ്പുരാൻ എടുത്തു മാറ്റി. ഒരു കന്യകയെ പിടിച്ച് മുമ്പിൽ നിർത്തിയിട്ട് കന്യകയോട് പറഞ്ഞു, നീ ഒരു കുഞ്ഞിന് ജന്മം നൽകും. അവൾ അന്തം വിട്ട് അന്താളിച്ച് ചോദിച്ചില്ലേ, ഒരു പുരുഷനെ അറിയായികയാൽ. കണ്ടോ, അന്ന് നാട്ടു നടപ്പ് അങ്ങനെയാണ്. അന്ന് ദൈവം അനുവദിച്ചിരിക്കുന്ന സിസ്റ്റം അതാണ്. പക്ഷേ സിസ്റ്റം മാറ്റിയ ഒരു ദൈവപ്രവൃത്തിയുടെ തുടക്കമാണതെന്ന് മറിയ അറിഞ്ഞില്ല. പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ച മറിയയുടെ ചോദ്യത്തിന് ദൂതൻ കൊടുത്ത മറുപടി നമ്മുടെ കുറിവാക്യവുമായി ബന്ധമുള്ള മറുപടിയാ, അല്ലേ? എന്താ മറുപടി? അത്യുന്നതന്റെ, ഓ ഹല്ലേലൂയ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് തോന്നുന്ന വിഷയങ്ങളെ സാധിപ്പിക്കാൻ ഈ ശക്തി വ്യാപരിച്ചാൽ മതി. എത്ര ദൈവമൊക്കെ മനസ്സിലായി? അതാ പൗലോസ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, ക്രിസ്തുവിൽ ഇത് വ്യാപരിച്ചു, യേശുവിൽ ഇത് വ്യാപരിച്ചു. ഇത് വ്യാപരിച്ചതിന്റെ തെളിവാണ് യേശു.
ഇന്ന് രാത്രി അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളിൽ ദൈവത്തിന്റെ ശക്തി ഒന്ന് വ്യാപരിച്ചിരുന്നെങ്കിൽ അത് വിശ്വസിക്കുന്ന എത്ര പേരാ ഈ രാത്രി ഇതിനകത്തുള്ളത്? ഹല്ലേലൂയ! ആ ഭാഗം ഞാൻ വിടുന്നു. 2, യേശുവിൽ വ്യാപരിച്ചു എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഉത്തരം ശരിക്കും മരണം മാറ്റി ജീവൻ നൽകുന്ന ശക്തിയല്ലേ ഈ ശക്തി? കല്ലറ, ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്, കല്ലറ അധികം ഉറപ്പാക്കണം. ഗവൺമെന്റിന്റെ ഓർഡറാ, കല്ലറ അധികം ഉറപ്പാക്കണം. കാവൽ പടന്മാരെ സജ്ജരാക്കി കല്ലറയ്ക്ക് കാവൽ നിർത്തണം. പിന്നെ ചെറിയ കല്ല് പോരാ, മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇരിക്കുന്ന വലിയ കല്ലെന്ന എന്ന് പറഞ്ഞാൽ ചെറിയ കല്ല് പോരാ. ഈ കല്ലറയിൽ കിടക്കുന്നവൻ ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ കല്ലറ അധികം ഉറപ്പാക്കി ഒരു വലിയ കല്ല് പിടിച്ചു വെച്ചു, സായുധ സൈന്യത്തെയും കാവൽ നിർത്തി. നിങ്ങൾ നോക്കണം, ആ സംഭവത്തെ ആത്മാവിൽ കണ്ടോണ്ട പൗലോസ് പറഞ്ഞത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. നമ്മൾ അതുകൊണ്ട് ഈ ഉയർപ്പിൻ ശക്തി എന്നൊക്കെ പറയുന്നത് ദൈവമക്കൾക്ക് വല്ലോ മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും പുറം ലോകം കാണാതെ, ഒരിക്കലും വെളിച്ചം കാണാതെ, ഇരുട്ടിലും അന്ധതമസിലും തളച്ചിടുന്ന സാത്താന്റെ പോരാട്ട മണ്ഡലത്തിന്റെ മേൽ ഇന്ന് രാത്രി ഈ അത്യന്ത ശക്തി വ്യാപരിച്ചാൽ, ഓ ഹല്ലേലൂയ, വ്യാപരിച്ചാൽ വിട്ടുകൊടുക്ക. അത് വ്യാപരിച്ചപ്പോ കല്ലറ തുറന്നു, അല്ലേ? കല്ലുരുണ്ടു മാറി, മുദ്രകൾ പൊട്ടിത്തെറിച്ചു, കാവൽക്കാർ ഓടി ഒളിച്ചു. ശത്രു വെച്ച ചില മുദ്രകൾ ഇന്ന് രാത്രി പൊട്ടിച്ചുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന വർഷമാ ഈ 2019 എന്ന് ദൈവാത്മാവ് പറയുന്നു. ഒതുങ്ങിയിരുന്നതും മതി സഹോദരി, ഒതുങ്ങിപ്പോയതും മതി സഹോദര. ഞാൻ ഒന്നിനും ഇല്ലെന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന അഭിഷക്തനെ, ഓ രഘശരദന, ഹല്ലേലൂയ. വാക്ക് ഞാൻ ഇവിടെ ചുരുക്കേണ്ടതുണ്ട്. ഈ ശക്തി യേശുവിൽ വ്യാപരിച്ചപ്പോൾ സംഭവിച്ച 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞതും കൂടെ ചേർത്തു വരുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴോട്ടുള്ള വാക്യത്തിൽ 21-20 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഉണ്ട്. ആ 4 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാതെ പറയാം. 1, എല്ലാ ഭരണങ്ങൾക്കും മീതെ അവനെ ഇരുത്തി. അതിനുപയോഗിച്ചിരിക്കുന്ന പദം ഗ്രീക്കിൽ ആർക്കെ എന്ന പദമാണ്. 2, ഡുനാമിസ് എന്ന പദം, എല്ലാ ശക്തിക്കും മീതെ അവനെ ഇരുത്തി. 3, എക്സോസിയ എന്ന പദമാണ്, എല്ലാ അധികാരങ്ങൾക്കും മീതെ അവനെ ഇരുത്തി. 4, കാരിയോതെറ്റോസ് എന്ന പദമാണ്, അതിൻ്റെ അർത്ഥം എല്ലാ വാഴ്ചകൾക്കും മീതെ അവനെ ഇരുത്തി. പൗലോസ് ക്രിസ്തുവിലും വ്യാപരിച്ചു എന്ന് സഭയോട് പറയാൻ കാര്യം എന്നാണെന്നറിയാവോ? സഭ ഒന്നിനും കീഴിലല്ല. ഈ സഭയിൽ ഈ ശക്തി വ്യാപരിച്ചാൽ, ഒന്നുകൂടെ ഞാൻ പറയാം, സഭ സംഘടനയ്ക്ക് കീഴിലല്ലെന്ന്. എത്ര പേര് ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. സഭ സൊസൈറ്റി ആക്ടിന് കീഴിലല്ല, സഭ ബൈബിൾ ആക്ടിന് കീഴില്. ന്യായാസനത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ സൊസൈറ്റി ആക്ട് വെച്ചല്ല ദൈവമക്കളെ ന്യായം വിധിക്കുന്നത്, ബൈബിൾ ആക്ട് വെച്ചാണ്. ഈ ശക്തി വ്യാപരിച്ച സഭ എല്ലാറ്റിനും മീതെയാണ്, എല്ലാറ്റിനും മീതെയാണ്. അങ്ങനെയുള്ള ദൈവമക്കൾ എന്നുള്ളതിന്റെ ഒരു തെളിവ് പറഞ്ഞോട്ടെ, ഒറ്റ തെളിവ്, ഒറ്റ വാക്യം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. അവരുടെ പിന്നെ പ്രത്യേകത എന്താ? കോഴിയെപ്പോലെ ഇവിടത്തെ നന്മ ചിക്കിച്ചകഞ്ഞ് എന്ത് കിട്ടുമെന്ന് നോക്കി നടക്കുന്ന കോഴിയോടല്ല ശക്തിയെ പുതുക്കിയവരെ ഉപമിച്ചേക്കുന്നത്. അവർ കഴുകന്മാരെ പോലെ. ഹല്ലേലൂയ. ഒന്ന് ചിറകടിച്ച് പറക്കണ്ടേ ഇന്ന് രാത്രി? ആത്മാവിൽ ഉന്നതങ്ങളിലേക്ക് വരണ്ടേ ഇന്ന് രാത്രി? പ്രാർത്ഥനയ്ക്കായി നമ്മൾ തലകൾ വണക്കാൻ പോവുക.
ഒരു ദൂതൂടെ പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ശ്രദ്ധിച്ചേ, എല്ലാ ദൈവമക്കളും ഒരു നിമിഷം എഴുന്നേറ്റാട്ട്. ഒരു ദൂതൂടെ പറഞ്ഞ് നിർത്താൻ പോകുന്നു. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇതാരും മിസ് ചെയ്യരുത്, ഇതാരും മിസ് ചെയ്യരുത്. 12 വർഷം ചികിത്സിച്ചു, മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു, ആരാലും സൗഖ്യമാക്കുവാൻ കഴിയില്ല. കോശങ്ങൾ ചലനമറ്റു തുടങ്ങി. നമുക്കറിയാം, കോശങ്ങൾ ചലനമറ്റു തുടങ്ങുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാ, അല്ലേ? കോശങ്ങൾ ചലനമറ്റു തുടങ്ങി. മാത്രമാണോ നാഡി നരമ്പുകൾ ശുഷ്കിച്ചു തുടങ്ങി. കാരണം രക്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. എന്നെ തൊട്ടതാരാന്ന് ചോദിച്ചപ്പോ ശിഷ്യന്മാര് കയറി ഏറ്റെടുത്ത് ഇത്ര ആളുകൾ തിക്കി തിരക്കുമ്പോ തൊട്ടതാരെന്ന ചോദ്യത്തിന് എന്താ പ്രസക്തി എന്ന്. എന്നാൽ എല്ലാവരും ശ്രദ്ധിച്ചേ, യേശു അതിന് കൊടുത്ത മറുപടി എന്താ? നോ, തൊട്ടോ മുട്ടിയോ എന്നുള്ളതല്ല എനിക്കിപ്പോ അറിയേണ്ടത്. എന്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. വൈദ്യന്മാർ കൈയൊഴിഞ്ഞ രോഗി ശക്തി പുറപ്പെട്ടപ്പോ പുതുബലം പ്രാപിച്ചെങ്കിൽ, രോഗശാന്തി പ്രാപിച്ചെങ്കിൽ, ഇന്ന് രാത്രി നമുക്കതൊന്ന് അനുഭവിക്കേണ്ട പ്രിയരെ. ഈ ശക്തിയുടെ അളവറ്റ വലുപ്പം അനുഭവിക്കണമെന്ന് കൊതിയുള്ളവർ, ഞാൻ ആ തലത്തിൽ വന്നില്ല, ഞാൻ ഇതുവരെ വന്നില്ല, എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്. ആ ശക്തിയുടെ അളവറ്റ വലിപ്പമൊന്ന് പ്രാപിച്ച് കഴുകനെ പോലെ ഒന്ന് ചിറകടിച്ച് കയറണമെന്ന് കൊതിയുണ്ട് എന്ന് താല്പര്യമുള്ള ദൈവമക്കളൊന്ന് കരങ്ങൾ ഉയർത്തിക്കേ. അവരുടെ കരങ്ങൾ കർത്താവൊന്ന് കാണട്ടെ ഇന്ന് രാത്രി.